ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പെർമാംഗനോമെട്രിയുടെ ഈസി പ്രൊസീജിയറിനുള്ള സ്റ്റെപ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർമാംഗനോമെട്രി എന്ന് പറയുന്നത് രണ്ട് റെഡ്യൂസിങ് ഏജൻസുമായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ റിയാക്ഷനാണ്. ഇവിടെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഓക്സാലിക് ആസിഡും ഫെറസ് സൊല്യൂഷനുമായിരിക്കും തരുന്നത്. അത് ഡിഫറെൻറ്റ് ഫോമിലാകാം. അതുപോലെ എസ്റ്റിമേഷനും ഓക്സാലിക് ആസിഡും ഫെറസ് അയണുമായിരിക്കും തരുന്നത്. അതും പല സ്പീഷീസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പം ഇത് ക്രിസ്റ്റലൈൻ ഫോമിലും ഇത് സൊല്യൂഷൻ ഫോമിലുമാണ് തരുന്നത്. ചെറിയ ബോട്ടിലിൽ, നമ്പേർഡ് ബോട്ടിലാണ് എസ്റ്റിമേഷൻ്റെ സൊല്യൂഷൻ തരുന്നത്. അപ്പോൾ ഈ രണ്ട് റിയാക്റ്റൻസും റെഡ്യൂസിങ് ഏജൻസ് ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലിങ്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് KMnO4 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ഓൾവേസ് ഇൻ ദ ബ്യൂററ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബ്യൂററ്റ് എപ്പോഴും പെർമാംഗനേറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷനും ചെയ്യാം. ഇനി രണ്ട് പ്രത്യേക കാര്യങ്ങൾ, അതായത് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ മോർ സോൾട്ട് ക്രിസ്റ്റൽ വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കറക്റ്റായിട്ട് എടുത്ത് സൊല്യൂഷൻ ഉണ്ടാക്കും. ആ കേസിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ, ഓക്സാലിക് ആസിഡ് ആണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനെങ്കിൽ നിങ്ങൾക്ക് ഓക്സാലിക് ആസിഡിനെ വെറുതെ വാട്ടർ ഒഴിച്ച് ഡിസോൾവ് ചെയ്ത് 100 ml ആക്കിയാൽ മതി. എന്നാൽ മോർ സോൾട്ട് ആണെങ്കിൽ, മോർ സോൾട്ട് എന്ന് പറയുന്നത് Fe2+ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, Fe2+ന് ഹൈഡ്രോളിസിസ് നടക്കും വെള്ളം ആഡ് ചെയ്താൽ. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നമുക്ക് H2SO4 ആഡ് ചെയ്ത് Fe2+നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ Fe2+ൻ്റെ ഹൈഡ്രോളിസിസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം വാട്ടർ ആഡ് ചെയ്ത് 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുക. ഇതേ കാര്യങ്ങൾ തന്നെയാണ് മേക്കിംഗ് അപ്പ് സ്റ്റേജിൽ വരുന്നത്. ഗിവൺ സൊല്യൂഷൻ എസ്റ്റിമേഷന് തന്നിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ യു ആഡ് സിംപ്ലി വാട്ടർ ആൻഡ് മെയ്ഡ് അപ്പ് ടു 100 ml. അതല്ല മോർ സോൾട്ടോ ഏതെങ്കിലും അയൺ സ്പീഷീസ് ആണെങ്കിൽ H2SO4 ഈസ് ആഡഡ് ബിഫോർ ആഡിങ് വാട്ടർ ആൻഡ് ദെൻ മെയ്ഡ് അപ്പ് ടു ദ മാർക്ക് വിത്ത് വാട്ടർ. ഇനി നമുക്ക് എസെൻഷ്യൽ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോർ സോൾട്ട് ആയിരിക്കും. ലിങ്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് KMnO4 ആണ്. അപ്പോൾ ഈ ഓക്സാലിക് ആസിഡും അതുപോലെ തന്നെ മോർ സോൾട്ടും നമുക്ക് ഏതൊരു പ്രൊസീജിയറിലും പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷന് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് നമ്മൾ 100 ml സൊല്യൂഷനായിട്ട് അങ്ങ് വിചാരിക്കുക. പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ 100 ml ആണെങ്കിൽ നമുക്ക് 0.1 നോർമൽ 100 ml വേണമെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഇക്വലൻ വെയ്റ്റിനെ 100 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 1 നോർമൽ 1 ലിറ്ററിനാണെങ്കിൽ ഒരു ഇക്വലൻ മാസ് കാണും. 1 നോർമൽ 100 ml 0.1 ഇക്വലൻ മാസ് കാണും. ഇനി 0.1 നോർമൽ 100 ml ആണെങ്കിൽ 0.01 ഇക്വലൻ മാസ്സാണ് വരുന്നത്. അതുകൊണ്ട് ഇക്വലൻ മാസിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള വെയിറ്റ്. അപ്പോൾ ഓക്സാലിക് ആസിഡ് 0.63 ഗ്രാം അല്ലെങ്കിൽ മോർ സോൾട്ട് ആണെങ്കിൽ 3.92 ഗ്രാം എടുക്കുക. വെയിറ്റ് ഇറ്റ് ഈസ് ആക്യുറേറ്റ്ലി വെയ്ഡ്. അതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ്. ആക്യുറേറ്റ്ലി വെയ്ഡ് ഔട്ട് ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യാം. മോർ സോൾട്ട് ആണെങ്കിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, അത് നമ്മളൊരു സൗകര്യത്തിന് 20 ml ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് എടുക്കുന്നത്. ടെസ്റ്റ് ട്യൂബിലാണ് അത് എടുക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് വാട്ടർ ആഡ് ചെയ്ത് 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യാം. സോ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇവിടെ വെയിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ 0.63 ഗ്രാം അല്ലെങ്കിൽ 3.92 ഗ്രാം ആസ് ദ കേസ് മേ ബി, വെയ്ഡ് ഔട്ട് ആക്യുറേറ്റ്ലി ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് ഈ പ്രിക്കോഷൻസ് ചെയ്തുകൊണ്ട് സൊല്യൂഷനെ മേക്കപ്പ് ചെയ്യാം. രണ്ടാമത്തത്, മേക്കിംഗ് അപ്പ് ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ യു ക്യാൻ സിംപ്ലി ആഡ് വാട്ടർ. പക്ഷേ അവിടെ നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി ട്രാൻസ്ഫേർഡ്. ദ ഗിവൺ സൊല്യൂഷൻ ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇവിടെ നമ്മുടെ പ്രിക്കോഷൻ എന്ന് പറയുന്നത് അയൺ സൊല്യൂഷൻ ആണെങ്കിൽ ഡയല്യൂട്ട് H2SO4 20 ml നേരത്തെ തന്നെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യുക. ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ ഡയറക്റ്റ് വാട്ടർ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യുക. സോ ദ ഗിവൺ ഓക്സാലിക് ആസിഡ് ഓർ ferrous iron solution is quantitatively transferred into 100 ml standard flask. Then add dilute H2SO4 before adding water to prevent hydrolysis of Fe2+ and made up to the mark. Okay. Then standardization. ഇവിടെ ലിങ്ക് സൊല്യൂഷൻ KMnO4 ആണ്. അതുകൊണ്ട് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ
എന്ന് പറയുന്ന KMnO4നെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിന് 20 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഏതാണോ അത് ഓക്സാലിക് ആസിഡ് ആകാം, മോർ സോൾട്ട് ആകാം. 20 ml സൊല്യൂഷൻ ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. പിന്നെ ആസിഡ് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഫുള്ള് അല്ലെങ്കിൽ 20 ml ഡൈല്യൂട്ട് H2SO4 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് ഏത് സൊല്യൂഷൻ ആണെങ്കിലും ഇത് മസ്റ്റാണ്. ദിസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ പ്രൊവൈഡിങ് ആസിഡ് മീഡിയം വെയർ KMnO4 ഓക്സിഡൈസസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്സ്. അപ്പോൾ അതിനെ ഈ സൊല്യൂഷനെ KMnO4 ടൈട്രേറ്റ് ചെയ്യും. KMnO4 ഈസ് ടേക്കൺ ഇൻ ദ ബ്യൂററ്റ് ഓൾവേസ്. അപ്പോൾ ദിസ് ഈസ് ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക്, ദിസ് ഈസ് ഇൻ ദ ബ്യൂററ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ റൂം കണ്ടീഷനിൽ ഓക്സാലിക് ആസിഡ്, കാരണം നിങ്ങൾ ഓക്സാലിക് ആസിഡ് റിയാക്ഷൻ ഓർക്കുന്നുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടാണ് KMnO4 ഓക്സാലിക് ആസിഡിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വേഗത്തിൽ ഇവോൾവ് ചെയ്ത് പോയിട്ട് ആ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൊല്യൂഷനെ ഒന്ന് 70 ഡിഗ്രി വരെ ഒന്ന് വാം ചെയ്തിട്ടാണ് അതിനെ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പം റൂം ടെമ്പറേച്ചറിൽ, ഫെറസ് ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ടൈട്രേഷൻ ചെയ്യുന്നു, ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ 70 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് പ്രൊസീജിയർ എങ്ങനെ എഴുതാം? 20 ml ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 20 ml സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. 20 ml ഡൈല്യൂട്ട് H2SO4 ഈസ് ആഡഡ് ആൻഡ് ദ സൊല്യൂഷൻ ഈസ് വാംഡ് ടു 70 ഡിഗ്രി ആൻഡ് ടൈട്രേറ്റഡ് എഗൻസ്റ്റ് KMnO4 ഫ്രം ദ ബ്യൂററ്റ്. ഓക്കെ, അതല്ല മോർ സോൾട്ട് ആണെങ്കിൽ 20 ml ഓഫ് സ്റ്റാൻഡേർഡ് more salt solution is pipetted out into a conical flask. 20 ml dilute H2SO4 is added and titrated against KMnO4 from the burette. ഇവിടെ warm to 70 degree and titrated against KMnO4 എന്ന് മാത്രം വേണം ഓക്സാലിക് ആസിഡ് ആണ്. And what is the end point? End point in both cases, end point ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ, ഒരേ ഒരു ഇൻഡിക്കേറ്റർ ആണ്. So end point is the appearance of a permanent pale pink color. Permanent pale pink color. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പെർമാംഗനേറ്റിന് ഈ റിയാക്ഷൻ മീഡിയത്തിൽ കളർ നഷ്ടപ്പെടും. അവസാനം എൻ പോയിൻ്റ് ആകുമ്പം ഒരു ഡ്രോപ്പ് എക്സസ് പെർമാംഗനേറ്റ് പിങ്ക് കളർ തരും. ആ പെർമനൻ്റ് ലൈറ്റ് പിങ്ക്, പെയിൽ പിങ്ക് കളറാണ് എൻ പോയിൻ്റ്. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ പറയേണ്ട ആവശ്യം തന്നെയില്ല, ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അതായത് ഒന്നുകിൽ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോർ സോൾട്ട്. അതേപോലെ തന്നെ 20 ml, പക്ഷേ മെയ്ഡപ്പ് സൊല്യൂഷൻ അവിടെ എഴുതണം, കാരണം ഇത് എസ്റ്റിമേഷനുള്ള സൊല്യൂഷനാണ്. മറ്റേതായിരുന്നു സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിരുന്നു. സോ 20 ml ഓഫ് ദ മെയ്ഡപ്പ് സൊല്യൂഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് പ്ലസ് 20 ml ഡൈല്യൂട്ട് H2SO4 വാം ടു 70 ഡിഗ്രി ആൻഡ് ടൈട്രേറ്റഡ് അഗൻസ്റ്റ് KMnO4. ഇനി മോർ സോൾട്ട് ആണെങ്കിൽ 20 ml ഓഫ് ദ മെയ്ഡപ്പ് മോർ സോൾട്ട് plus dilute sulfuric acid 20 ml titrated against KMnO4. Again, end point is the appearance of a permanent pale pink color with 1 drop of KMnO4 from the burette. അപ്പോൾ ഇത് ഈസി അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, KMnO4 ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം, ഏത് ടൈട്രേഷൻ ആണെങ്കിലും പെർമാംഗനോമെട്രിയിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ട. KMnO4 itself acts as the indicator. No external indicator is നെസസറി. എഗെയിൻ എല്ലാ ടൈട്രേഷനും ഒരേ സ്വഭാവമാണ്. ഓക്സാലിക് ആസിഡ് വാം ചെയ്യണം. പിന്നെ എല്ലാ ടൈട്രേഷനും സൾഫ്യൂരിക് ആസിഡ് അത്യാവശ്യമാണ് ആസിഡ് മീഡിയം പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യുമ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോഴും ഹൈഡ്രോളിസിസ്, അയൺ സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടൈട്രേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമുക്ക് കാൽക്കുലേഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്പീഷീസിൻ്റെ ആണ് നമുക്ക് മാസ് പെർ ലിറ്റർ കണ്ട് അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കൊണ്ട് ഫൈനൽ നോർമാലിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്താൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ടൈട്രേഷൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും അതുപോലെ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഓക്കെ.